Hello friends, welcome to my channel. ഇന്ന് ഞാനൊരു വെറൈറ്റി റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറികളൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പിയാണിത്. ഉരുളക്കിഴങ്ങ് സാദമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ചട്ടി ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് പൊട്ടിയ ശേഷം കുറച്ച് ജീരകം കൂടെ ചേർക്കുകയാണ്. ചോറിന് നല്ല മണം കിട്ടാനായിട്ട് 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു ചെറിയ കറുവപ്പട്ട പീസ് കൂടെ ചേർക്കുകയാണ്. കൂടെ 2 വറ്റൽമുളക് രണ്ടായിട്ട് കീറിയത് കൂടെ ചേർക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഇടിച്ചത് കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയ ശേഷം ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഉരുളക്കിഴങ്ങ് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി മൂടി വെച്ച് ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി മാറ്റി ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ കിഴങ്ങ് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. കിഴങ്ങ് കരിഞ്ഞു പോവാതിരിക്കാൻ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കുകയാണ്. വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് തളിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കണം. കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. കൂടെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത ശേഷം പെരുംജീരകം പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒന്ന് വഴറ്റി മസാലയുടെ പച്ചമണം എല്ലാം മാറിയ ശേഷം ചോറ് ചേർത്ത് കൊടുക്കാം. ഞാൻ പൊന്നി റൈസാണ് എടുത്തിരിക്കുന്നത്. ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. ചോറ് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്ക് ഇഷ്ടമാവുന്ന ഈസി ലഞ്ച് ബോക്സ് ആണ്. നല്ല ടേസ്റ്റി പൊട്ടറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.